പതിറ്റാണ്ടുകൾക്ക് മുമ്പ് മുതലമടയിൽ നിന്നും കൊല്ലങ്കോട്ടേക്ക് കുടിയേറിപ്പാർത്ത ഇരവാല സമുദായമാണിപ്പോൾ സ്വത്ത് പ്രതിസന്ധി നേരിടുന്നത്. ഇവർ പട്ടികവർഗ വിഭാഗത്തിൽ ഉൾപ്പെട്ടവരായിരുന്നു. മുതലമടയിലെ ഇരവാല സമുദായത്തെ ഗോത്ര വിഭാഗമാണെന്ന് കാണിച്ച് അധികൃതർ സർട്ടിഫിക്കറ്റുകൾ നൽകുന്നുണ്ട്. ഇതേ വിഭാഗത്തിലെ അടുത്ത പഞ്ചായത്തിലുള്ളവർ പട്ടികവർഗത്തിൽ ഉൾപ്പെടില്ലെന്നാണ് അധികൃതർ പറയുന്നത്. 92-ലോ 93-ലോ അങ്ങനെ എനിക്ക് സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടുണ്ട്. ST ഇറവാളം എന്നുള്ള സർട്ടിഫിക്കറ്റ് കിട്ടി. ഇപ്പോൾ ചോദിക്കുമ്പോൾ ഇപ്പോൾ ഇവിടെ കൊല്ലങ്കോട് പഞ്ചായത്തിൽ ഈ സർട്ടിഫിക്കറ്റ് ഇല്ല. ഇവിടെ ഇങ്ങനെയുള്ള ജാതിയില്ല. ഈ വർഷം ഇവിടെ നിന്നും SSLC പാസ്സായ കുട്ടിക്ക് പോലും ഇരവാലൻ ST എന്ന് രേഖപ്പെടുത്തിയ സ്കൂൾ സർട്ടിഫിക്കറ്റാണ് നൽകിയത്. എന്നാൽ ഉപരിപഠനത്തിനായി ജാതി സർട്ടിഫിക്കറ്റിന് അപേക്ഷിക്കുമ്പോഴാണ് തങ്ങൾ പട്ടികവർഗ വിഭാഗത്തിൽ ഉൾപ്പെടില്ലെന്ന മറുപടി ലഭിക്കുന്നത്. ഈ കാതിലും മൂക്കിലും ഈ തുണിമണിയൊക്കെ എല്ലാം മാറിയിട്ട് ഒരു ചീല പോലെ കെട്ടിയിട്ട് നിങ്ങൾ വേണ്ടതാണ്. കൂട്ടം വേറെ മാറി കൂടേണ്ടതാണ്. ഇങ്ങനെയൊക്കെ സംസാരിക്കുമ്പോൾ നിങ്ങൾക്ക് ഒന്നുമല്ല, ഇതിൽ ആളെ അല്ല പറഞ്ഞ എന്നെ അയച്ചു. പട്ടികവർഗ വിഭാഗത്തിലെ കുട്ടികൾക്ക് ലഭിക്കുന്ന ഗ്രാന്റുകളും ഈ കുട്ടികൾക്ക് ലഭിക്കുന്നില്ല. ജാതി സർട്ടിഫിക്കറ്റ് ഇല്ലാത്തതിനാൽ പല കുട്ടികളുടെയും ഉപരിപഠനം മുടങ്ങിയിരിക്കുകയാണ്. പട്ടികവർഗ വികസന ഫണ്ടിൽ ഉൾപ്പെടുത്തി കക്കൂസ് നിർമ്മിച്ചു നൽകണമെന്ന ആവശ്യം പോലും ഇവിടുത്തെ രാഷ്ട്രീയ നേതൃത്വം പരിഗണിച്ചില്ല. 2008-ൽ കിർത്താഡ്സ് നടത്തിയ പഠനത്തിൽ കൊല്ലങ്കോട്ട് പഞ്ചായത്തിൽ താമസിക്കുന്ന ഇരവാല സമുദായം പട്ടികവർഗമല്ലെന്ന് കണ്ടെത്തിയതായി റവന്യൂ ഉദ്യോഗസ്ഥർ പറയുന്നു. എന്നാൽ ഇരവാലല്ലാത്ത ഒരു ആദിവാസി വിഭാഗവും കൊല്ലങ്കോട്ട് പഞ്ചായത്തിൽ ഇല്ലെന്നിരിക്കെ 45 ലക്ഷം രൂപ പട്ടികവർഗ വികസനത്തിനായി പഞ്ചായത്ത് ഈ വർഷം മാത്രം ചിലവിട്ടു. ഇത്രയും തുക എന്തു ചെയ്തു എന്ന ചോദ്യവും ഇവിടെ ഉയരുന്നു. സാജിദ് അജ്മൽ, മീഡിയ 1, പാലക്കാട്.